ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. അത് കുഞ്ഞിത്തൈയിലാണ്. അപ്പോൾ നമ്മൾ മൂത്തുന്നം വഴി കുഞ്ഞിത്തൈ എത്തി. കാടുകുറ്റി നിന്നാണ് നമ്മൾ വന്നത്. യൂദാസ് ലീഹയുടെ ഒരു കപ്പേളയുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞിത്തൈ പള്ളിയിലെത്തി. നമ്മൾ പള്ളിയിലപ്പോഴേക്കും ചെക്കൻ്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ഇതൊക്കെ ചെക്കൻ്റെ വീട്ടുകാരാണ്. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ പേരക്കിടാവാണ് കേട്ടോ, മണവാളച്ചക്കൻ. അപ്പോൾ ഇറങ്ങി പെണ്ണ് വന്നു, പെണ്ണിനെ ഇറക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് കല്യാണ വീഡിയോ ആണ്. എൻഗേജ്മെൻറ്റ് വീഡിയോ കാണാത്തവർ അത് പോയി കാണണം കേട്ടോ. ചെക്കനാണത്, ചെക്കനും പെണ്ണും. ഇനിയിപ്പോൾ ബ്രൈസ്മാൻമാരെന്ന് പറയും, ബെസ്മാൻ. അതാണ് ഈ നിൽക്കുന്ന കോട്ട് ഇട്ടത്. പെണ്ണിൻ്റെ ആങ്ങളെയാണ് ഈ ആഷ് കളറിലെ കോട്ട്. അപ്പോൾ ബൊക്കെ കൊടുക്കുന്നൊരു ചടങ്ങൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻമാരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. 3 ബെസ്മാനും 3 ബ്രൈഡ്സ് ഗേളും ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായി, ഫ്ലവർ ഗേൾസ് ഉണ്ടായിരുന്നു. അതൊക്കെയാണിത്. അപ്പോൾ കുർബാനയുടെ സമയം. അതിന് മുമ്പ് ഈ ലവ് ചിഹ്നം പോലത്തെ ഒരു സംഭവം കണ്ട വൈറ്റ്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം, ബൊക്കെ കൈമാറണം, കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ നടക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എത്തിയത് 2 വീലറിലാണ്. ഞാനും റമോയും ആണ് ഇവിടെ നിന്ന് പോയത്, കാടുകുറ്റിയിൽ നിന്ന്, ചാലക്കുടിയിൽ നിന്ന്. എൻ്റെ മൂത്ത 2 ആൺമക്കൾ, അവർ പറവൂരിൽ നിന്ന്. ഇവർ 2 പേരും പറവൂരിൽ നിന്നാണ് വന്നത്. 2 പേരും, ഇത് രണ്ടാമത്തവൻ, ഇത് മൂത്തവൻ. അപ്പോൾ നമ്മുടെ ബന്ധുക്കളാണിത്. എൻ്റെ മൂത്ത ചേച്ചി, എൻ്റെ അനിയൻ്റെ ഭാര്യ, അനിയനും, ഇതെൻ്റെ മൂത്ത ചേച്ചിയുടെ മോളും കുട്ടിയും. അങ്ങനെയാണ്. അപ്പം ഞങ്ങളെത്തി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കലായിരുന്നു. കൊച്ചിനെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുർബാന തുടങ്ങാൻ സമയമായിട്ടാണ്. അപ്പോൾ പള്ളിയിലെത്തി, ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ആൻറ്റിമാരും മമ്മിയും അമ്മമാരും. ഇത് വലിയ ഡാഡിയുടെ ഒരു ഭാര്യ. അതാ പുറകിൽ കാണുന്ന നരച്ച മുടിയും സിസ്റ്ററിൻ്റെ അടുത്തേക്കാണ് വലിയ ഡാഡിയുടെ ഭാര്യ. ബാക്കിയൊക്കെ ആൻറ്റിമാർ. ഇവരൊക്കെ പിങ്കാണ് കേട്ടോ. ഇത് നമ്മുടെ അച്ഛനും ബന്ധുവാണ്, കടമക്കുടിയാണ് അച്ഛൻ്റെ വീട്. ഇത് ചെക്കൻ്റെ പെങ്ങളാണ് കേട്ടോ. മലയാളച്ചക്കൻ എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മകൻ, ഇതതിൻ്റെ പെങ്ങളാണ് കേട്ടോ. അപ്പം അത് ലേഖനവായന കഴിഞ്ഞപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കും. ലേഖനം വായന കഴിഞ്ഞപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കണം കേട്ടോ. ഇപ്പം കല്യാണത്തിനുള്ള വാഗ്ദാനങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇതാ പ്രായമായ ആ ഒരു അങ്കിളിൻ്റെ പുറകിൽ നിൽക്കുന്നത് പള്ളിയിലച്ഛൻ്റെ ബ്രദറാണ് കേട്ടോ. കുർബാന ചൊല്ലാൻ വേണ്ടി പ്രത്യേകം വന്ന അച്ഛനാണ് കുർബാന ചൊല്ലിയത്. ആ അച്ഛൻ്റെ ബ്രദറാണ്. ആ മൈക്കിൻ്റെ ആ പിടിച്ചിരിക്കുന്ന സൈഡിൽ കൂടി ഉള്ളിൽ കൂടി കാണുന്നൊരു മുഖം കണ്ട, അത് അച്ഛൻ്റെ അതേ ഫേസാണ്. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് അത് പെണ്ണിൻ്റെ ഇവിടെ നിന്ന് വന്ന, കടുമക്കുടിയിൽ നിന്ന് വന്നതാണ്. അച്ഛനും അത് അച്ഛൻ്റെ ബ്രദറുമാണ്. അവർക്ക് ഒരു ജ്വല്ലറി നമ്മുടെ പാലാരിവട്ടത്ത്, അത് എന്താണ്, ട്രിനിറ്റി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെട്ടപ്പോൾ അങ്ങനെ അറിഞ്ഞാണ് കേട്ടോ. അവരുടെ പേജൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കണ്ടുനോക്കണം. ഇത് ചെക്കൻ്റെ അളിയൻ, ഇത് ചെക്കൻ്റെ അപ്പൻ, പുറകിലിരിക്കണം അമ്മ, അപ്പൻ്റെ അമ്മ. ഇത് ചെക്കൻ്റെ മമ്മി. ഇത് അളിയൻ, ഒറ്റ പെങ്ങളുള്ളൂ. ആ പെങ്ങളുടെ ഹസ്ബൻഡാണ് കേട്ടോ. ആ ലേഖനം വായിച്ചത് പെങ്ങളാണ് കേട്ടോ. അപ്പോൾ അവരവിടെ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ നടത്തേണ്ട. അച്ഛൻ ചൊല്ലിക്കൊടുക്കുന്നത് ഏറ്റു ചൊല്ലണം. പിന്നെ എന്താണ്, സമ്മതമാണോ എന്നൊക്കെ ചോദിക്കണതൊക്കെയാണ് കേട്ടോ. ആരുടെയെങ്കിലും നിർബന്ധത്താലാണോ എന്നൊക്കെ ചോദിക്കില്ല, അതാണ്. പിന്നെ റിങ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോഴേക്കും എന്നെ ക്യാമറമാൻ ഇടിച്ച് തെറിപ്പിക്കൂട്ടെ ഗൈസ്. ഇപ്പം ഞാൻ നല്ലോണം എടുത്തുകൊണ്ടിരിക്കണായിരുന്നേ. റിങ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇത് സമ്മതത്താലാണ് ഞാൻ വിവാഹം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അടയാളമായി ധരിപ്പിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും ക്യാമറമാർ 3 പേരുണ്ട് കേട്ടോ. അത് എന്നെ ഇടിക്കണേനൊക്കെ അയാൾ. പിന്നെ അയാൾ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ, മുട്ടേൻ്റെ ഇടയിൽ കൂടെ, കഷത്തിൻ്റെ ഇടയിൽ കൂടെ, പക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സൈഡിൽ കൂടെ തൂങ്ങി കിടന്നിട്ടൊക്കെയാണ് ഞാൻ എടുക്കണത്. അങ്ങോട്ടേക്ക് കാലെടുത്ത് വെച്ച് പള്ളിയുടെ അങ്ങോട്ട് കയറി നിൽക്കാൻ പാടില്ല. അപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ കൈ വന്നതാണ് കണ്ടത്. അപ്പോൾ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത ചടങ്ങുകൾ കുറച്ചുണ്ട് കേട്ടോ. ഇത് കഴിയുമ്പോൾ തലയിലിട്ടിരിക്കുന്ന നെറ്റ് ഫ്രണ്ടിൽ ഫേസ് കവർ ചെയ്തിടുന്നത് കെട്ട് കഴിയുന്നവരെ അതങ്ങനെയാണ് ഇരിക്കേണ്ടത്. അത് കഴിയുമ്പോൾ പള്ളിയിൽ ഇപ്പോൾ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഈ നെറ്റ് പുറകോട്ടാക്കിയിട്ട് ഞങ്ങൾക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നടയിൽ വെച്ച് കിസ് കൊടുക്കും ചെക്കനും പെണ്ണും. വിഷയലാണത്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു വിഷയൽ
അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് കാണാട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പള്ളിയിൽ വെച്ച് കിസ് കൊടുക്കണമെന്ന്. ഈ കണ്ണട വെച്ച് പുറയിലിരിക്കണത് മണവാളച്ചക്കൻ്റെ അപ്പൻ്റെ പെങ്ങൾ, മൂത്ത പെങ്ങളാണ് കേട്ടോ. ആ ഉള്ളിൽ കൂടെ സൂട്ടിട്ട് കണ്ടത് പെണ്ണിൻ്റെ അപ്പൻ. ഇത് പെണ്ണിൻ്റെ അമ്മയാണ് ആ നെറ്റുമ പിടിച്ച് സംസാരിച്ചത്, സാരി പുതച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അത് അറിയാതെ കണ്ടോ. നെറ്റ് പുറകോട്ടിട്ട് ഇനിയാണ് അടുത്ത ചടങ്ങ്. ഇപ്പോഴാണ് ഗ്ലാമറൊക്കെ കണ്ടത്, കിസ്സൊക്കെ കൊടുത്ത്. ഇതാണ് ഞങ്ങളുടെ വിഷയണ രീതി. അതിപ്പോൾ ഇവർ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും അങ്ങനെ വിഷയം. ഇത് ചെക്കനും പെണ്ണും. ലാസ്റ്റ് ഇത് കാഴ്ചവെപ്പ് എന്ന് പറയും. കുർബാന മധ്യം ഉള്ളതാണ്. കുർബാനയുടെ ഇടയിൽ നമ്മൾ കാഴ്ച സമർപ്പണം ചെയ്യണേന്ന്. അപ്പോൾ നമ്മൾ ബന്ധുക്കളാണ് ഇതെടുക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവർ പറഞ്ഞിട്ടുണ്ടാവും എടുക്കണമെന്ന്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അത് ഫ്രൂട്ട്സും അതിനകത്ത് വേണ്ടുന്ന ഏറ്റവും അവസാനം ഓസ്തിയും വീഞ്ഞും അതും ചെക്കനും പെണ്ണും കൊടുക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കൊടുത്ത് കെട്ട് കഴിഞ്ഞ് പിന്നെന്താണ് സമ്മതം അവർ സൈൻ ചെയ്യണം. കുർബാന ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല. നമുക്ക് കാഴ്ചവെപ്പ് കഴിഞ്ഞാൽ പിന്നെ ബലിയർപ്പണമാണ്. ഈശോൻ്റെ ശരീരവും രക്തമായി മാറും, ഞങ്ങളത് ഭക്ഷിക്കും. അതെല്ലാം കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞിട്ട് ഇത് ഫോട്ടോ എടുക്കലാണ്. അവർ സൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഒരു അവിടുത്തെ ബുക്കിൽ സൈൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഡാഡി മമ്മി ബന്ധുക്കളെല്ലാവരും അടുത്ത ബന്ധുക്കൾ അത്യാവശ്യം പേര് നിന്നിട്ട് അച്ഛൻ്റെ കൂടെ ഫോട്ടോ എടുക്കും. പിന്നെ ബാക്കിയെല്ലാം പിന്നെ പുറത്ത് വന്നിട്ടാണ്. ആ സിസ്റ്റർ എൻ്റെ ഡാഡിയുടെ ചേട്ടൻ്റെ മകളാണ്. അപ്പോൾ എൻ്റെ മക്കളാണ് നിൽക്കുന്നത്. അവർ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിക്കുകയാണ് കേട്ടോ. അനൂർ റിച്ചിയും വേറൊരു കുട്ടി സ്വന്തത്തിലാണ്. റമോ വേറെ അങ്ങോട്ട് നീങ്ങിക്കായിരുന്നു. അപ്പം എല്ലാവരും ഇപ്പോൾ നീ ഞാനപ്പോൾ ഒന്ന് കുർബാന കഴിഞ്ഞിട്ട് സെമിത്തേരി വരെ പോയി. കുഞ്ഞിത്തൈ പള്ളിയുടെ സെമിത്തേരിയാണിത്. നമ്മുടെ ബന്ധുക്കളും അപ്പൻ്റെ ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. എൻ്റെ മമ്മീൻ്റെ ആരും ഇവിടെ അല്ല കേട്ടോ, അവർ വേറെ സ്ഥലത്തോട്ട് മാറി താമസിച്ചു. ഇത് ചെക്കൻ്റെ അപ്പൻ്റെ ചേട്ടനാണ് കേട്ടോ. അപ്പം ഞാൻ അംഗങ്ങളിനെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കയറി. എൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ഒരു കണ്ണടച്ചുള്ള ചിരി ഉണ്ടല്ലോ, സ്പെഷ്യൽ ചിരി. അപ്പോൾ കെട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അതിന് ഹോളിലാണ് പരിപാടിയൊക്കെ. ഇവിടുത്തെ ഹോൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ വേറൊരു പള്ളിക്കൊരു ഹോളുണ്ട്, സിറിയൻ ചർച്ച്, മാണിയാറ ചർച്ച്. ആ മാണിയാറ എന്തോ ആണ് ആ ഹോളിൻ്റെ പേര്. അവിടേക്ക് പോവേണ്ട. അപ്പോൾ നമ്മുടെ പുറകെ അനൂർ റിച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കൾ അവിടെ നിന്ന് പറൂരുന്നു വന്നത് ഈ വണ്ടിക്കാണ്. അപ്പം ഞാനും റമോയും അങ്ങനെ പോയി ഹോളെത്തിയിട്ട്. ഇതാണ് ചെക്കനും പെണ്ണിൻ്റെയും ദേവിത ഡേറ്റിൻ്റെ എടുത്ത ഫോട്ടോയാണ് കേട്ടോ അവിടെ ഹോളിൽ വെച്ചിരുന്നത്. അപ്പോൾ അവർ ഹോളിലെത്തിയിട്ടാ. അവരെത്തി ബ്രൈസ്കളൊക്കെ വന്നിട്ട് പെണ്ണിറങ്ങുമ്പോൾ വലിയ നെറ്റൊക്കെയാണേ. അപ്പോൾ അതൊക്കെ പിടിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യലൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി. ഇത് ചെക്കൻ്റെ അമ്മ, മറ്റേത് പെണ്ണിൻ്റെ അമ്മ. അപ്പം എല്ലാവരും കൂടി ഇറക്കണേണ് കേട്ടോ ഹോളിലേക്ക് വരാൻ. ഒരു ചടങ്ങാണ് ആ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. ഇനി അവരെ വെൽക്കം ചെയ്തിട്ടൊരു വെൽക്കം ഡാൻസൊക്കെ ഉണ്ട്. കോപ്പി റൈറ്റ് കിട്ടുമെന്നൊന്നും അറിയൂല, എങ്കിലും ഞാൻ അതിൻ്റെ ചെറുതായിട്ട് സൗണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഷോളൊക്കെ കയ്യിൽ ചുറ്റിട്ടാലെങ്കിൽ നടക്കാൻ പറ്റുള്ളൂ നമുക്ക്. ശരിക്കും ഇങ്ങനെയാണ് പണ്ട് തുടങ്ങി. നമ്മുടെ ഡ്രസ്സൊക്കെ കണ്ട് അനുകരിച്ചാണ് പിന്നീട് എല്ലാവരും വിട്ട് തുടങ്ങിയത്. ഇതാണ് എൻ്റെ വേറൊരു വലിയ കലാപരിപാടികളാണ്. ഇതെല്ലാം ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ അവരുടെയൊക്കെ റിലേറ്റീവ്സ് ഉണ്ട് ഇതിൽ.
അപ്പോൾ ചെക്കനും പെണ്ണും ഡാൻസ് കളിക്കാൻ റെഡിയാണ്. പക്ഷേ ചെക്കൻ അധികം കളിച്ചില്ല. പെണ്ണ് നല്ല ഡാൻസറാണ് കേട്ടോ. എൻഗേജ്മെൻറ്റിന് അവിടെ ചെന്നപ്പോൾ നല്ല ഡാൻസായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വീഡിയോയിൽ. ഇപ്പോൾ അവരൊന്നും കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ 2 മിനിറ്റ് കഴിയുമ്പോൾ പെണ്ണ് നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ ഡാൻസൊക്കെയും. പക്ഷേ എൻ്റെ ഫോൺ അപ്പോഴേക്കും ഓഫായി പോയി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോയി. അപ്പോഴേക്കും ഇവർ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി. എൻ്റെ എല്ലാവരും ചേട്ടനും ചേച്ചിയൊക്കെ പോകാനുള്ള തിരക്കുമുണ്ട് കേട്ടോ. ഇത് ചെക്കൻ്റെ ഇല്ല പെണ്ണിൻ്റെ അമ്മ അപ്പനാണ് പറയുന്നത്. ഇത് ചെക്കൻ്റെ അപ്പൻ, അമ്മ പിങ്ക്, ഇത് പെണ്ണിൻ്റെ ബന്ധുക്കൾ. അവരുടെ ബന്ധുക്കളെയും നമ്മൾ ഇങ്ങോട്ട് വെൽക്കം ചെയ്യണം കേട്ടോ. പാട്ട് ശരിക്കും കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് ഞാൻ എൻ്റെ മുകളിൽ കൂടെ ഓവർലാപ്പ് ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ ഓക്കെ. അപ്പോൾ അവർ സ്റ്റേജിലേക്ക് കയറാം കേട്ടോ. ഇവർ ബ്രൈഡ്സ് ഗേളും ബസ്മാനും എല്ലാവരും സ്റ്റേജിൽ വരും കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടാ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണമെന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് പൊക്കം ഇല്ലല്ലോ. അപ്പോൾ ഫോണൊക്കെ എടുത്ത് വന്നപ്പോഴേക്കൊക്കെ കട്ടിങ് കഴിഞ്ഞ് എന്തായാലും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് പിന്നെ കേക്കും വൈനും നമുക്ക് കൊണ്ടുവരും. നമ്മളും കേക്കും വൈനും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. അപ്പുറത്തെ ഹോളിലാണ് ഫുഡ്. അപ്പോൾ അത് നല്ല ഫുഡൊക്കെ ആയിരുന്നു. സ്റ്റൂ അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഞങ്ങൾ വാങ്ങി. എൻ്റെ രണ്ടാമത്തെ മോൻ, ഇളയ മോൻ അനു മൂത്ത മോനാണ്. ഇതാണ് മൂത്ത മോൻ. പിന്നെ ബാക്കി അതൊക്കെ ചേച്ചിയുടെ മക്കൾ, ഇത് അനിയൻ്റെ കുട്ടിയാണ്. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ട് പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് ഡാൻസ് അടക്കേണ്ട അകത്ത്. ഞങ്ങളപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കണോണ്ട് ഞങ്ങൾക്ക് കളിക്കാനൊന്നും പറ്റിയില്ല. അതൊരു നഷ്ടം. അതേ ബ്രൈഡ് കളിക്കുന്നുണ്ടോ, ബ്രൈഡും ഗ്രൂമും ഒക്കെ കളിക്കുന്നുണ്ട്. ഗ്രൂം അത് ഞങ്ങൾ കളിച്ചില്ല, എന്നാലും ഓക്കെയാണ്. നല്ലതായിട്ട് ഇനി അതൊന്ന് കൊടുത്തു വരുമ്പോഴേക്കും ഞങ്ങൾ കളിക്കാൻ വേണ്ടി വേഗം ഫുഡ് കഴിച്ച് കൈ കഴുകിയൊക്കെ വന്നപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഓരോരുത്തർക്ക് പോകണം. എൻ്റെ ബ്രദറും സിസ്റ്റേഴ്സും സിസ്റ്റർ വന്നുള്ളൂ. കുട്ടിയും എൻ്റെ ഹസ്ബൻഡും. ബ്രദേഴ്സ് 2 പേരുണ്ടായിരുന്നു, എൻ്റെ വൈഫും ഉണ്ടായിരുന്നു 2 പേരുടെയും. അപ്പോൾ അവർക്കൊക്കെ പോകണം വേഗം. അപ്പോൾ ഞങ്ങളും പോവേന്ന്. ഇത് അവിടെ പരിപാടി കംപ്ലീറ്റ് ആയില്ല. അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ഫോണും ഓഫായി പോയി അതോടുകൂടി, ഡാൻസോടുകൂടി. അതാണ് പിന്നെ ഞാൻ വേഗം പോയി. ഞാൻ പുറത്ത് 2-3 ആൻറ്റിമാരൊക്കെ കണ്ടു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വീട് അവിടെ തന്നെയുണ്ട്. അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങളപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. അനുവിൻ്റെ റിച്ചയുടെ വണ്ടിയാണ് മുന്നേ പോണത് കേട്ടോ. ഞങ്ങൾ പുറകെ വിട്ട് അവന്മാർ പറവൂരോട്ട് പോയി, ഞങ്ങൾ കാടുകുറ്റിയിലോട്ടും പോയി. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റോഡാണ്, നല്ല ഫിനിഷിംഗ് ഉള്ള റോഡാണ്. ഇവിടെ വണ്ടി ഓടിക്കാൻ സുഖമാണ്. കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ. ഞങ്ങൾ വന്നത് കൃഷ്ണൻകോട്ട വഴി. എപ്പം പറയാറുണ്ട് നിങ്ങളോട് മുമ്പത്തെ വീഡിയോയിലും, കൃഷ്ണൻകോട്ട വഴി. ഇപ്പം നമ്മുടെ നാട്ടിലെത്തി സാമ്പാളൂർ. അത് കനകമലയാണ് കേട്ടോ കാണുന്നത്. സാമ്പാളൂർ പള്ളി കഴിഞ്ഞ് ഈ പാലം കിടന്നാലാണ് ഞങ്ങളുടെ നാട് കാടുകുറ്റി. ആ കാണുന്നത് കാടുകുറ്റി ഞങ്ങളുടെ സ്ഥലമാണ്. ആ കാണുന്നത്. അതിൻ്റെ ആ കാടിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീട് അവിടെ ഉണ്ട്. അവിടെ ഒരു ചെറിയ ദ്വീപ് പോലെ കാണണം കേട്ടോ. ആ ദ്വീപ് ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ആ ദ്വീപ് ഇരിക്കുന്ന പോലെ ഒരു കുഞ്ഞു കഷ്ണം കണ്ട പുഴയുടെ നടുക്ക് അതിൻ്റെ സൈഡിലായിട്ട് വരും ഞങ്ങളുടെ വീട്. കാണുന്ന കനകമലയാണ്. ഒരു ദിവസം നമുക്ക് പോകണം, വീഡിയോ ഇടാം കേട്ടോ. ഇതാണ് സാമ്പാളൂർ പാലം. ഈ പാലം ഇറങ്ങി ഞങ്ങളുടെ ഇടവകപ്പള്ളി അങ്ങനെ പോകാൻ പറ്റി. ഞായറാഴ്ച ഫോട്ടോ ചേട്ടൻ്റെ വീട്ടിൽ കാടുകുറ്റിയിലൊരു ചെറിയ പള്ളി അവിടെ ഇല്ല. അതൊക്കെ കണ്ട് എൻ്റെ എല്ലാ കൂടപ്പുറത്തുകളിലും. രണ്ടാമത്തെ ചേച്ചി വന്നില്ല. ചേച്ചിയുടെ മക്കൾക്ക് പനിയാണ്. അവർ പാടില്ലാതിരിക്കുകയാണ്, പാവങ്ങൾ എന്തായിരുന്നു. അപ്പോൾ ഇനി അവരെ വിളിക്കണം, വീട്ടിൽ ചെന്നിട്ട് അവരുടെ വിശേഷം അന്വേഷിക്കണം. നമ്മളൊരിക്കലും വിചാരിച്ചാൽ പോകും. നമ്മളൊരു കാര്യം ദൈവത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം ക്രമീകരിക്കും. ഇന്നും എൻ്റെ കാറ്റീസം മുടങ്ങി. പക്ഷേ നമുക്കത് പോകേണ്ടത് അത്യാവശ്യമാണ്. ബന്ധുക്കൾ നമ്മളെ കല്യാണം പോകണമെന്നാണ്.